എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് പറയട്ടെ, സോഷ്യൽ മീഡിയകൾ സജീവമായ കാലമാണ്. വാട്സപ്പുകളൊക്കെ സജീവമായ കാലമാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അനുബന്ധമായി ഞാൻ പറഞ്ഞതും അല്ലാത്തതുമായ വിവിധ സംവിധാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. എല്ലാ സമയത്തും കടന്നു വരുന്ന ഇബ്ലീസുണ്ട്. അതേ റബീഉൽ അവ്വലാകുമ്പോ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നവരുണ്ട്. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ എന്ന ഹെഡിങ് കൊടുത്തിട്ട് കുറെ ചോദ്യങ്ങളാണ്. അതിലൊന്നാമത്തെ ചോദ്യം തന്നെ, നബിദിനം ആഘോഷിക്കുന്നതെന്തിനാ? നബിതങ്ങൾ അങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ മഹല്ലിൽ അത്തരം മുസീബത്തൊന്നുമില്ലെങ്കിലോ സോഷ്യൽ മീഡിയയിൽ നമ്മളൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വരാം, ഇതിന്റെ വീഡിയോസ് വരാം. എന്നിട്ട് നമ്മുടെ മനസ്സിന് വസ്വാസ് ഉണ്ടാക്കാം. മദീനയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. നിബിതങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ അകറ്റാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് നമ്മെ പരമാവധി അകറ്റി കൊണ്ടുപോവാനുള്ള ശ്രമങ്ങൾ നടന്നേക്കാം. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ചിട്ടില്ലാത്തവരാണ്, തഫ്സീറുകൾ പരിശോധിച്ചിട്ടില്ലാത്തവരാണ്, ഹദീസുകൾ പരിശോധിച്ചിട്ടില്ലാത്തവരാണ്, അതിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചിട്ടില്ലാത്തവരാണ്. എവിടെന്നെങ്കിലും ലഭിച്ചിരിക്കുന്ന ഏതെങ്കിലും ചില തുണ്ട് ഭാഗങ്ങളെ കൊണ്ട് തന്റെ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് ദുർന്യായങ്ങൾ കണ്ടെത്തിയിട്ട് ഈമാൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ വ്യാപകമാണ്. നാം ഉറച്ചു വിശ്വസിക്കണം, ഈ ചോദിക്കുന്ന ചോദ്യകർത്താക്കളൊന്നും നബിതങ്ങളെ പഠിച്ചിട്ടില്ല. ആത്മാർത്ഥമായ ഹൃദയം അറിഞ്ഞുകൊണ്ട് മുഹമ്മദ് എന്ന് പറയുന്ന പേര് ആളുകൾ ഉച്ചരിച്ചിട്ടില്ല.